തങ്കശ്ശേരി കാർണിവൽ കൈരളി ന്യൂസാണ് ജനങ്ങളിലേക്ക് ആദ്യമായി എത്തിക്കുന്നത്. അതായത് ഒരു TV ചാനൽ ആദ്യമായി എത്തിക്കുന്നത്. അതിനു മുമ്പേ ലോക പ്രശസ്തം കൂടിയാണ്. നമ്മുടെ പോർച്ചുഗീസിൻ്റെയും അതേപോലെ തന്നെ ഡച്ചും ബ്രിട്ടീഷിനും അതിൻ്റെ എല്ലാം കോളനി വാഴ്ചകൾ ഏറെ കണ്ട ഒരു സമൂഹം കൂടിയാണ്, ആ പ്രദേശം കൂടിയാണ് തങ്കശ്ശേരി. അവിടെ ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ആ ഒരു ഉത്സവ ലഹരിയിൽ ഇവിടുത്തെ ക്ലബ്ബുകൾ, ആ ചെറുപ്പക്കാർ മുഴുവനും അണിനിരന്നുകൊണ്ട് അവരുടെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ആ ക്ലബിനകത്തുള്ള വിവിധ അംഗങ്ങൾ അവരുടെ എല്ലാ ഫാൻസുകാരും അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് അർജന്റീന ഫാൻസ് അവരിപ്പോൾ 500 പേർക്കുള്ള ബിരിയാണി റെഡിയാക്കുന്നതേ. ഇപ്പോൾ ബിരിയാണിയുടെ ആ ചിക്കൻ ഇപ്പോൾ അതിനിങ്ങനെ വെന്ത് വരികയാണ്. കണ്ടാൽ തോന്നും ബീഫാണെന്ന്. ചേട്ടാ, വല്ലാത്ത മണമുണ്ടല്ലോ. അതിൽ ചിക്കൻ്റെ ചെയ്യുവാനേ അതാണൊക്കെ നല്ല ഇതായിട്ട് ഉള്ളിയൊക്കെ നല്ല വൈവായിട്ട് വാട്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഫുട്ബോൾ മത്സരം കഴിഞ്ഞ ഉടൻ ആ ചൂടോടുകൂടി ചോറ് കൊടുക്കിരിക്കും. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ഇങ്ങനെ ഈ ചൂട്, ആ ഒരു ചൂടിൽ തന്നെ ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷ? അർജന്റീന ഫാൻ തന്നെ. പിന്നെ ശക്തനായ എതിരാളിയാണ്. എന്നാലും അവർ കളിച്ച് ജയിക്കും. ഒരു ഇനിയിപ്പോൾ നമ്മുടെ നാട്ടെ ക്ലബിന്റെ ഇവിടെ ഭാരവാഹികളൊക്കെ ഇവിടെ ജിത്തു ഉൾപ്പെടെ മുഴുവനും ആളുകളുണ്ട്. അർജന്റീന ഫാൻ അവർ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താ? ഉറപ്പായിട്ട് അർജന്റീന ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ തങ്കശ്ശേരിയുള്ള ഓരോരോ ക്ലബ്ബുകൾ ഉൾപ്പെടെ അവരെല്ലാവരും കൂടിച്ചേർന്നാണ് ഈ ഒരു ബിരിയാണി വിതരണം. ഓക്കെ, ജയിച്ചാലും തോറ്റാലും എപ്പോഴാണെങ്കിലും നിങ്ങൾ അത് അങ്ങനെ കണക്കൂട്ടിയാണ് ചെയ്യുന്നതല്ല, അല്ലാതെ ഇത് അങ്ങനെയൊന്നുമില്ല. മാത്രമൊന്നുമല്ല, ജയിച്ചാലും തോറ്റാലും എന്തായാലും ശരി വെളുപ്പിന് ബിരിയാണി കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങനെ ആശ്ചര്യത്തോടെ ഇങ്ങനെ നിൽക്കും. അമ്മാതിരി രീതിയിൽ നമ്മളിങ്ങനെ ബിരിയാണി കൊടുത്ത് എല്ലാവരെയും വയറൊക്കെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി 2022 മെസ്സി കപ്പെടുത്തു. 2014 റണ്ണറായിരുന്നു. എന്തായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേ ആണ് മെസ്സി ഇപ്രാവശ്യം കാഴ്ചവെച്ചിരിക്കുന്നത്. 8 ഗോളും 4 അസിസ്റ്റുമാണ്. ഓക്കെ, ഇപ്പം എംബാപ്പെ 10 ഗോളും 2 അസിസ്റ്റുമാണ് അല്ലേ? 4 അസിസ്റ്റുമാണ്. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് വയ്ക്കുകയാണ്. ഇപ്രാവശ്യത്തെ കളിയിൽ ഒരു 2 ഗോളും കൂടെ അടിച്ചാൽ മെസ്സി വിൻ ദ ഗോൾഡൻ ബൂട്ട് വിത്ത് എല്ലാം കിട്ടും. ബാലൻഡിയർ, ഗോൾഡൻ ബൂട്ട്, സൂപ്പർ ബാലൻഡിയർ, 2 വേൾഡ് കപ്പ്, 4 സ്റ്റാർസ് എല്ലാം മെസ്സിക്കുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. ഉറപ്പായിട്ടും ദൈവം നമ്മുടെ അർജന്റീന ജയിക്കും തീർച്ചയായും. അത് തന്നെ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കുന്നു? സംസാരിക്കണമല്ലോ. ബ്രസീൽ മുങ്ങരുത്, ബ്രസീൽ മുങ്ങാനേ പാടില്ല. എന്തൊക്കെയായിരുന്നു ഇവിടെ? അല്ലേട്ടാ, അങ്ങനെ ഒന്നുമില്ല. കളിയാകുമ്പം തോൽവിയെല്ലാം ഉണ്ട്. ഒത്തിരി ഓവർ ആയിരുന്നില്ല ഇത്തവണ. അതെല്ലാ പ്രാവശ്യം എല്ലാവർക്കും ഉള്ളത്. എല്ലാവരുടെ ടീമിലും അവരെ കോൺഫിഡൻസ് ഇല്ലേ, അതുപോലെ ജയിക്കട്ടെ. ഒരു ടീമല്ലേ കപ്പോട്. നിങ്ങളുടെ ഒരു വലിയ മനസ്സുണ്ട് കേട്ടോ. എന്നാൽ ഇപ്പോൾ അതാ നിങ്ങൾ ബ്രസീൽ ഇതിന്ന് പുറത്തായാലും നിങ്ങൾ ഈ ഒരു ഫംഗ്ഷനകത്ത് നിങ്ങളെല്ലാം ഒരേ മനസ്സോടുകൂടി ആ ഒരു സ്പോർട്സിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നത് ഒരു വലിയ മനോഹരമായ കാഴ്ച കൂടിയാണ്. വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്. വേൾഡ് കപ്പിൽ ഇപ്പം എല്ലാ ടീമും ഉണ്ട്. ഒരു ടീം പോയാൽ നമ്മളെ കൂട്ടുകാരിലെല്ലാവരും കൂടെ സഹകരിച്ച് നിൽക്കുന്നു. നമ്മുടെ ആ ബസുമതി റൈസ് ഉണ്ടല്ലോ, ആ റൈസൊക്കെ ഇട്ട് ഇച്ചിരി പഴക്കം ചെന്ന ബിരിയാണി റൈസ്, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ കൂടുന്നത് കേട്ടോ. ആ റൈസൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ഈ കുക്കിംഗ്. ഇതാണ്ടില്ലേ, 2 ഇതിനകത്താണ് വലിയ ഈ ചരുവത്തിനകത്താണ് ഇവരിപ്പോൾ ഈ ബിരിയാണി പാചകം ചെയ്തുകൊണ്ട് ഇത് അരി ഇവിടെ കഴുകി ആ കൃത്യസമയമാകുമ്പോൾ ഫുട്ബോൾ മത്സരം കഴിഞ്ഞാൽ ഉടൻ അത് വിതരണം ചെയ്യാൻ പാകത്തിന് അവരിപ്പോൾ അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സ്റ്റൈലായി ബിരിയാണി കുക്കിങ്? മലബാറാണോ? മലബാർ വിട്ടൊരു കളിയില്ല അപ്പോഴും. മലബാർ വിട്ടൊരു പരിപാടിയില്ല. ചിക്കന് കൊല്ലത്തിൻ്റെതായിട്ടുള്ള ഇതൊന്നും ഇല്ലയോ? പോയി. അപ്പോൾ ഇവര് ഈ ഫുട്ബോളിൻ്റെ ആ മത്സരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ബിരിയാണി വിതരണം തങ്കശ്ശേരി കാർണിവൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ മണ്ണിലാണ് ആ 10,000-കണക്കിന് സ്ത്രീകളും അതുപോലെ കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെ ആ വലിയ വേദി ഉൾക്കൊണ്ടുകൊണ്ട് അവരിവിടെ അതായത് ആ ന്യൂ ഇയർ ആഘോഷമൊക്കെ നടത്തുന്നത്. അതേ സ്ഥലത്ത് തന്നെയാണ് ഇക്കുറി സ്ക്രീനൊക്കെ വെച്ച് ഒരു ഫുട്ബോൾ കളിയെല്ലാം കാണിക്കുന്നതിനും ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് ആ ഒരു സ്നേഹം, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ച്
നടത്തുന്ന ഒരു വലിയ ആ ഒരു സ്പോർട്സ് ഉണ്ടല്ലോ, ആ സ്പോർട്സിൻ്റെ അത് അവർ ഈ പുതിയ തലമുറ ഉൾപ്പെടെ അടുത്ത തലമുറയ്ക്ക് കൂടി കൈമാറാൻ കൂടി ലക്ഷ്യമിട്ടാണ് അവരുടെ ഈ ഒരു ബിരിയാണിയുടെ ഈ ആഘോഷം മറ്റവർ സംഘടിപ്പിക്കുന്നത്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.